മുമ്പ് ശ്രീ കെ കരുണാകരനും എ കെ ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും എല്ലാം ചെയ്തതുപോലെ PSCക്ക് ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ അഭിമാനകരമായ സ്ഥാപനമാക്കി നമ്മൾ മാറ്റും. കേരളത്തിലെ PSC സംവിധാനത്തിന്റെ സുവർണകാലമായിരുന്നു 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി ഭരണകാലമെന്നൊക്കെ VD സതീശൻ ഇങ്ങനെ തള്ളിമറിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ നിയമസഭയിൽ അവരുടെ അവസാന സമ്മേളനത്തിൽ നൽകിയ ഈ മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ. മുസ്ലിം ലീഗിന്റെ MLA ആയ P. ഉബൈദുള്ള ഉന്നയിച്ച ഈ നിയമസഭാ ചോദ്യത്തിൽ 2 കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് എത്ര PSC നിയമനങ്ങൾ നടന്നു? ഇതിനു പുറമെ VS സർക്കാരിന്റെ കാലത്ത്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തിന് തൊട്ടു മുൻപ് എത്ര PSC നിയമനങ്ങൾ നടന്നു? കണക്ക് നോക്കുമ്പോൾ VS സർക്കാരിന്റെ ഭരണകാലത്ത് നടന്നതിന്റെ അത്രയും പോലും PSC നിയമനങ്ങൾ സതീശന്റെ കോൺഗ്രസ് ഭരിച്ച സുവർണകാലത്ത് നടന്നിട്ടില്ല. VS സർക്കാരിന്റെ കാലത്ത് 1,65,408 നിയമന ശുപാർശകൾ PSC വഴി നൽകിയപ്പോൾ കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇത് 1,43,103 കുറഞ്ഞു. അതായത് 22,300 നിയമന ശുപാർശകളുടെ കുറവ് സതീശന്റെ കോൺഗ്രസ് ഭരിച്ച ആ സുവർണ കാലത്തുണ്ടായി എന്നർത്ഥം. ഇനി ഇത്തിരി പഴയ, അതായത് കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്തെ നിയമനങ്ങളെ കുറിച്ചുള്ള ഈ വാർത്തകൾ കൂടി ഒന്ന് കണ്ടു നോക്കും. മറ്റു വാർത്തകളിലേക്ക്. UDF ഭരണകാലത്തും ക്രമവിരുദ്ധ സ്ഥിരപ്പെടുത്തൽ. PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ 7 പേരെയാണ് സ്ഥിരപ്പെടുത്തിയത്. ശശി തരൂർ, കെ മുരളീധരൻ, തമ്പാനൂർ രവി എന്നിവരടക്കം ശുപാർശ നൽകി. ശുപാർശ കത്തുകളുടെയും ക്യാബിനറ്റ് നോട്ടിന്റെയും പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. LDF സർക്കാർ വന്ന ശേഷം ഈ നിയമനങ്ങൾ റദ്ദാക്കി. സർക്കാരിന്റെ കാലത്ത് നടന്ന അനധികൃത നിയമനങ്ങളുടെ വിവരങ്ങളും പുറത്ത്. ദില്ലി കേരള ഹൗസിൽ 38 താൽക്കാലികക്കാരെ ചട്ടം മറികടന്ന് സ്ഥിരപ്പെടുത്തിയെന്ന രേഖയാണ് പുറത്തുവരുന്നത്. ഈ കണ്ട അനധികൃത നിയമനങ്ങളൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ നടത്തിയിട്ടാണ് VD സതീശനും കോൺഗ്രസും ഒക്കെ ഇപ്പോൾ രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടത്തിയ പിണറായി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു. എന്നാലും മിസ്റ്റർ VD സതീശൻ ജി, ഈ നുണ മാത്രം ആയുധമാക്കുന്ന ശൈലിയൊക്കെ RSS ആചാര്യൻ ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ തിരിതെളിയിച്ച കാലത്ത് സംഘികളിൽ നിന്നും പഠിച്ചെടുത്തതായിരിക്കുമല്ലേ?